നമസ്കാരം. ഈ വീഡിയോയിൽ ഒരു വിചിത്രവും എന്നാൽ ചിന്തനീയവുമായ വാർത്തയാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഈ സംഭവം നമ്മയൊന്ന് ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. ഒരു യുവതി തന്റെ ഭർത്താവിന്റെ മരണശേഷം ഭർത്താവിന്റെ പിതാവിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഈ കഥ എന്താണ്? എങ്ങനെയാണിത് സംഭവിച്ചത്? വരൂ നമുക്കറിയാം. 2016-ൽ ഒരു 18 വയസ്സുകാരിയായ പെൺകുട്ടി വിവാഹിതയായി. സന്തോഷകരമായ ഒരു ജീവിതം സ്വപ്നം കണ്ട അവൾ തന്റെ ഭർത്താവിനൊപ്പം ജീവിതം തുടങ്ങി. പക്ഷേ വിവാഹം കഴിഞ്ഞ് വെറും 2 വർഷം മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. 2018-ൽ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണം യുവതിയെ തനിച്ചാക്കി. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതി ഒരു വിധവയായി ജീവിതമെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലായി. ഭർത്താവിന്റെ മരണശേഷം യുവതി ഭർതൃപിതാവിനെ സംരക്ഷിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കായ അവർ തമ്മിൽ ഒരു ബന്ധം വളർന്നു. പരസ്പര വിശ്വാസവും സ്നേഹവും നിറഞ്ഞ ഒരു ബന്ധം. സമൂഹത്തിന്റെയും ബന്ധുക്കളുടെയും മുന്നിൽ യുവതിയുടെ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി. തനിച്ചായ ഈ യുവതിയുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും? വിവാഹം കഴിക്കാതെ അവൾ എങ്ങനെ ജീവിക്കും? ഈ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഒരു അസാധാരണ തീരുമാനമെടുക്കപ്പെട്ടു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് യുവതിയോട് ഒരു നിർദ്ദേശം വെച്ചു: ഭർതൃപിതാവിനെ വിവാഹം കഴിക്കാൻ. 22 വയസ്സുകാരിയായ യുവതി ഈ നിർദ്ദേശത്തെക്കുറിച്ച് ആലോചിച്ചു. ഒടുവിൽ അവൾ സമ്മതിച്ചു. മധ്യവയസ്കനായ ഭർതൃപിതാവും ഈ തീരുമാനത്തിൽ യോജിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ പൂർണ്ണമായും നിയമങ്ങൾ പാലിച്ച് ലളിതമായ ഒരു ചടങ്ങോടെ ഈ വിവാഹം നടന്നു. യുവതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് മറ്റാരുമല്ല, അവളുടെ ഭർത്താവിന്റെ പിതാവ്. ഈ വിവാഹം നമ്മെ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. യുവതിയുടെ ഭാവി സുരക്ഷിതമാക്കാനും അവൾക്കൊരു കുടുംബം ഉറപ്പാക്കാനുമാണ് ഈ തീരുമാനമെടുത്തത്. ഛത്തീസ്ഗഡിലെ ഈ സമൂഹം പരമ്പരാഗതമായ ചിന്തകൾക്കപ്പുറം യുവതിയുടെ ജീവിതം സംരക്ഷിക്കാൻ ഒരു ധീരമായ തീരുമാനമെടുത്തു. ഈ വിവാഹം സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒരു പ്രതീകമായി മാറി. ഇവിടെ സമൂഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. സാധാരണയായി വിധവകളെ വിവാഹം കഴിക്കുന്നതിനോട് സമൂഹം മുഖം തിരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒന്നിച്ച് ഈ വിവാഹത്തിന് പിന്തുണ നൽകി. ഈ സംഭവം സമൂഹത്തിന്റെ മനോഭാവത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. ഈ വിവാഹം നമ്മെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്: ഒരു യുവതിയുടെ ജീവിതം സുരക്ഷിതമാക്കുക. നിന്റെ അഭിപ്രായം എന്താണ്? ഈ തീരുമാനത്തെ നിന്റെ നാട്ടിൽ എങ്ങനെ കാണുമായിരുന്നു? കമന്റ് ബോക്സിൽ നിന്റെ അഭിപ്രായം പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ രസകരവും ചിന്തനീയവുമായ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.